നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 3ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നഗോഡകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. നഗോഡകൾ ഉണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്നും നെയ്ത്തുകാരെത്തിയിരുന്നു. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിതമായതോടുകൂടി കമ്പനി ഉദ്യോഗസ്ഥർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്തുജോലി ചെയ്യിപ്പിച്ചു. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി മാറ്റി. അങ്ങനെ ഒരു അടിമകൾക്ക് തുല്യമായ ഒരു ജീവിതമായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൻ്റെ കീഴിൽ നഗോഡകൾ നയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും അതിനവർ കണ്ടെത്തിയ മാർഗം എന്താണെന്ന് വെച്ചാൽ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ കർഷകരാണ് നഗോഡകൾ. നഗോഡകളെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയാം. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് നഗോഡകൾ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ കർഷകരാണ് നഗോഡകൾ. ഈ രണ്ടുമാണ് നഗോഡകളെ കുറിച്ചുള്ള മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ചൂഷണം ചെയ്തിരുന്നത് നഗോഡകളെ മാത്രമായിരുന്നില്ല, മറിച്ച് പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം പ്രതികൂലമായി ബാധിച്ചിരുന്നു. അങ്ങനെ കമ്പനി ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്കിരയായ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ. ഒന്നുകൂടി പറയാം. കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ എന്നീ വിഭാഗങ്ങളായിരുന്നു പ്രധാനമായും കമ്പനി ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്ക് ഇരയായത്. ബംഗാൾ കീഴടക്കിയതോടുകൂടി കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ ബംഗാളിൻ്റെ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ഈ മേഖലയിൽ നിന്നും പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യം. ബംഗാളിൻ്റെ സമ്പന്നമായ കാർഷിക മേഖലയിലെ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1. കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. 2. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകളൊന്നും തന്നെ കൃഷിക്കാർക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകിയിരുന്നില്ല. 3. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി. ഇങ്ങനെ നികുതി പിരിച്ചെടുക്കാൻ ഏർപ്പെടുത്തിയ ഇടനിലക്കാർ അറിയപ്പെട്ടത് ജമീന്ദാർമാർ എന്നാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നികുതി പിരിച്ചെടുക്കാൻ ഏർപ്പെടുത്തിയ ഇടനിലക്കാർ അറിയപ്പെട്ടത് ജമീന്ദാർമാർ എന്നാണ്. 4ാമത്തെ കാര്യം, നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നതോടുകൂടി പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു. ഇങ്ങനെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടത് സാഹുക്കാർ എന്ന പേരിലാണ്. പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടത് സാഹുക്കാർ എന്ന പേരിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ബംഗാളിലെ സമ്പന്നമായ കാർഷിക മേഖലയിലെ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയത്. ബംഗാളിലെ മണ്ണ് പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമാണെന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് കണ്ടെത്തി. ഈ പരുത്തിയും ചണവും നീലവും ഒക്കെ ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും ഒക്കെ കൃഷി വ്യാപിപ്പിക്കാനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചത്. ഇതിനായി അവർ എന്തു ചെയ്തു? കർഷകരെ നിർബന്ധിച്ചു. പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും ഒക്കെ തോട്ടങ്ങളായി മാറിയതോടുകൂടി കർഷകർക്ക് അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഈ കർഷകർ എന്തായി മാറി? തൊഴിലാളികളായി മാറുകയും ചെയ്തു.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലാവുകയും ചെയ്തു. അങ്ങനെ പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി എന്ന് കുറച്ചു നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല തകർച്ചയെ നേരിട്ടുകൊണ്ടിരുന്നു. ഈ തകർച്ചയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് വൻതോതിൽ കയറ്റി അയച്ചു. 2, ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അതുപോലെ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ഇത്രയും കാരണങ്ങളാണ് ഇന്ത്യയിലെ കൈത്തറി മേഖല തകർച്ചയെ ആ സമയത്ത് നേരിടാനുണ്ടായ കാരണങ്ങൾ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റെയിൽവേയുടെ തുടക്കമാണ്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെയാണ്. ഇന്ത്യയിൽ ഓടിത്തുടങ്ങിയ ആദ്യ തീവണ്ടിയിലെ കോച്ചുകളുടെ എണ്ണം 14. ഇന്ത്യയിൽ ഓടിത്തുടങ്ങിയ ആദ്യ തീവണ്ടിയിലെ കോച്ചുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 14. ഇന്ത്യയിലെ ആദ്യ തീവണ്ടി യാത്രയിലെ യാത്രക്കാരുടെ എണ്ണം 400. ഒന്നുകൂടി പറയാം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെയായിരുന്നു. ആദ്യത്തെ തീവണ്ടിയിലെ കോച്ചുകളുടെ എണ്ണം 14. അതിലെ യാത്രക്കാരുടെ എണ്ണം 400 ആയിരുന്നു. കേരളത്തിൽ തീവണ്ടി ഗതാഗതം ആരംഭിച്ചത് 1861 മാർച്ചിലാണ്. 1861 മാർച്ചിലാണ് കേരളത്തിൽ തീവണ്ടി ഗതാഗതം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത തിരൂർ ടു ബേപ്പൂർ ആണ്. തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത. നെക്സ്റ്റ് ടോപ്പിക് കലാപങ്ങൾ. കമ്പനി ഭരണം സ്ഥാപിതമായതോടുകൂടി കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. കമ്പനി ഭരണം സ്ഥാപിതമായതോടുകൂടി കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ സന്യാസി കലാപം, ഫക്കീർ കലാപം. സന്യാസി കലാപം, ഫക്കീർ കലാപം എന്നിവ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ്. മലബാർ കലാപം. മലബാർ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം 19-ാം നൂറ്റാണ്ട്. 19-ാം നൂറ്റാണ്ടിലാണ് മലബാർ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. മലബാർ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരാണ്. പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരാണ് മലബാർ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. 19-ാം നൂറ്റാണ്ടിലാണ് മലബാർ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപങ്ങൾ അറിയപ്പെടുന്നത് ഫറാസി കലാപങ്ങൾ എന്നാണ്. മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപങ്ങൾ അറിയപ്പെടുന്നത് ഫറാസി കലാപങ്ങൾ എന്നാണ്. നെക്സ്റ്റ് ടോപ്പിക് ഗോത്ര കലാപങ്ങൾ. കർഷകരെ കൂടാതെ ഗോത്രവർഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ടു. ഇത്തരത്തിൽ കലാപത്തിനിറങ്ങിയ ഗോത്രവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1, മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്ച്. ഗോത്രവർഗക്കാർ ഏതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്ച്. നെക്സ്റ്റ് വൺ, സാന്താൾ കലാപം. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്രവിഭാഗക്കാരാണ് സാന്താൾ. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് സാന്താൾ ഗോത്രവിഭാഗക്കാർ താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ സാന്താൾ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം എന്നറിയപ്പെടുന്നത്.
കൊള്ളപ്പലിശക്കാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ സാന്താൾ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധു കാൻഹു എന്നിവരാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്. സാന്താൾ ഗോത്ര കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എലിമെന്ററി ആസ്പെക്ട് ഓഫ് പീസ് ആൻഡ് ഇൻസർജൻസിയുടെ രചയിതാവ് റാണാജിത്ത് ഗുഹയാണ്. സാന്താൾ ഗോത്ര കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എലിമെന്ററി ആസ്പെക്ട് ഓഫ് പീസ് ആൻഡ് ഇൻസർജൻസിയുടെ രചയിതാവ് റാണാജിത്ത് ഗുഹയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിനിറങ്ങിയ അധികാരം നഷ്ടപ്പെട്ട പ്രധാന നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും ആരൊക്കെയാണെന്ന് ഒന്ന് ചർച്ച ചെയ്യാം. 1. ഔദിലെ രാജ ചേത് സിംഗ്. 2. തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. 3. ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ. 4. മലബാറിലെ പഴശ്ശിരാജ. 5. കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ. 6. തിരുവിതാംകൂറിലെ വേലുത്തമ്പിദളവ. 7. കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഔദിലെ രാജ ചേത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പിദളവ, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഇവരൊക്കെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിന് ഇറങ്ങിയ അധികാരം നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും. പഴശ്ശി സമരങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ചെറുത്തുനിൽപ്പുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു പഴശ്ശി സമരങ്ങൾ. പഴശ്ശി യുദ്ധത്തിനുള്ള പ്രധാന കാരണം വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള പഴശ്ശിയുടെ അവകാശം ബ്രിട്ടീഷുകാർ തടഞ്ഞത്. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള പഴശ്ശിയുടെ അവകാശം ബ്രിട്ടീഷുകാർ തടഞ്ഞതാണ് പഴശ്ശി യുദ്ധത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവർ തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. രണ്ടാം പഴശ്ശി യുദ്ധസമയത്ത് മലബാർ സബ് കളക്ടർ ടി.എച്ച്. ബേബറാണ് രണ്ടാം പഴശ്ശി യുദ്ധസമയത്ത് മലബാർ സബ് കളക്ടർ. വേലുത്തമ്പിദളവ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പിദളവയാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പിദളവയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടലുകൾ ദളവയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തിയതാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ ദളവയെ പ്രേരിപ്പിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടലുകൾ വേലുത്തമ്പിദളവയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തിയതാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ വേലുത്തമ്പിദളവയെ പ്രേരിപ്പിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പിദളവയെ സഹായിച്ചത് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പിദളവയെ സഹായിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി നടത്തിയ ആഹ്വാനമാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. 1809 കുണ്ടറ വിളംബരം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി നടത്തിയ ആഹ്വാനമാണ് കുണ്ടറ വിളംബരം. നെക്സ്റ്റ് ടോപ്പിക്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് 1857 സ്വാതന്ത്ര്യ സമരമാണ്. 1857 സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത്. 1857 സമരത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, ഇവർ ശിപ്പായിമാർ എന്നറിയപ്പെടുന്നു. 2. ദത്താവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടുരാജാക്കന്മാർ. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികരും അതുപോലെ തന്നെ ദത്താവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടുരാജാക്കന്മാരുമാണ് 1857 സമരത്തിന് നേതൃത്വം നൽകിയത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം.
ഒന്ന്, ശിപ്പായികൾക്ക് നൽകിയിരുന്ന എൻഫീൽഡ് തോക്കുകളിലെ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നെന്ന വാർത്ത പ്രചരിച്ചത്. 2, ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് കൊണ്ടാണെന്ന വാർത്ത പരന്നത്. ശിപ്പായികൾക്ക് നൽകിയിരുന്ന എൻഫീൽഡ് തോക്കുകളിലെ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്ന വാർത്ത പ്രചരിച്ചതും അതുപോലെ തന്നെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് കൊണ്ടാണെന്ന വാർത്ത പരന്നതുമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കാനുള്ള കാരണമായത്. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധമുയർത്തിയത് മംഗൽ പാണ്ഡെയാണ്. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധമുയർത്തിയത് മംഗൽ പാണ്ഡെയാണ്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ച സ്ഥലം മീററ്റ്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ച സ്ഥലം മീററ്റാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ഈ ബഹദൂർ ഷാ രണ്ടാമനാണ് ബഹദൂർ ഷാ സഫർ എന്നും അറിയപ്പെടുന്നത്. ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയ സ്ഥലം റങ്കൂണാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയ സ്ഥലം റങ്കൂണാണ്. ബഹദൂർ ഷായെ ഷാഹിൻഷായെ ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ശിപ്പായിമാരാണ്. ബഹദൂർ ഷായെ ഷാഹിൻഷായെ ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ശിപ്പായിമാരാണ്. നെക്സ്റ്റ് വൺ, സ്ഥലങ്ങളും നേതൃത്വം നൽകിയവരും. കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബ് താന്തിയ തോപ്പി. നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ് കാൺപൂരിൽ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത്. ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ്. കാൺപൂരിൽ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിബായിയാണ്. ലക്നൌവിൽ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയും അതുപോലെ തന്നെ ആരയിൽ നേതൃത്വം കൊടുത്തത് കൻവർ സിംഗുമാണ്. 1857 സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും അതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും അതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. 2, കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുണ്ടായിരുന്നു. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുണ്ടായിരുന്നു. 3, ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. 4, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. 5, സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഇത്രയും കാരണങ്ങളാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നതാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാനിടയായ വിളംബരം 1858 വിളംബരമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാനിടയായ വിളംബരം 1858 വിളംബരമാണ്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകാനിടയായ വിളംബരമാണ് 1858 വിളംബരം. 1858 വിളംബര പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകുകയും ചെയ്തു.
ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്